കഴിഞ്ഞ 4 ദിവസമായി കോട്ടയം ജില്ലയിൽ നിർത്താതെ പെയ്ത മഴയ്ക്ക് ശമനം. മീനച്ചിലാറിൽ ജലനിരപ്പ് താഴ്ന്നു. ഈരാറ്റുപേട്ട, പാല, മുണ്ടക്കയം എന്നിവിടങ്ങളിൽ നിന്ന് വെള്ളമിറങ്ങി. അതേസമയം പടിഞ്ഞാറൻ മേഖലകളായ ഇല്ലിക്കൽ, താഴത്തങ്ങാടി, ഇറഞ്ഞാൽ, തിരുവാർപ്പ്, ആർപ്പൂക്കര, ഐമനം എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ കാണുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈരാറ്റുപേട്ട കോസ്വേയിലാണ്. ഇത് നിറഞ്ഞ് കവിഞ്ഞാണ് ഒഴുകിക്കൊണ്ടിരുന്നത്. ഇപ്പം ആ ദൃശ്യങ്ങളിൽ കാണാം വെള്ളം എന്തുമാത്രം താഴ്ന്നിട്ടുണ്ടെന്ന്. പക്ഷേ അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ഈ പ്രദേശത്തുള്ള മാലിന്യങ്ങളൊക്കെ തന്നെയാണ്. മഴയ്ക്ക് ശമനം സംഭവിച്ചതോടെ കിഴക്കൻ മേഖലയിൽ നിന്നും വെള്ളം ഇറങ്ങി തുടങ്ങി. ഈരാറ്റുപേട്ട, മുണ്ടക്കയം, പാല, കൂട്ടിക്കൽ എന്നിവിടങ്ങളിലെ ജനങ്ങൾ അതിജീവനത്തിന്റെ പാതയിലാണ്. ക്യാമ്പിൽ കഴിയുന്ന ജനങ്ങൾ ഉൾപ്പെടെ വീടുകളിലേക്ക് മടങ്ങി തുടങ്ങി. വെള്ളം കയറി നശിച്ചുപോയ പല വീടുകളും ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. മീനച്ചിലാറിന്റെയും മണിമലയാറിന്റെയും ജലനിരപ്പ് താഴ്ന്നത് ഏറെ ആശ്വാസമായി. അതേസമയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി തന്നെ തുടരുകയാണ്. കിഴക്കൻ മേഖലയിൽ നിന്നിറങ്ങുന്ന വെള്ളം പടിഞ്ഞാറൻ മേഖലയുടെ സാഹചര്യം ദുർഘടമാക്കുന്നു. ഇല്ലിക്കൽ, താഴത്തങ്ങാടി, ഇറഞ്ഞാൽ, തിരുവാർപ്പ്, ആർപ്പുകര, ഐമനം എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. വിവിധ പ്രദേശങ്ങളിലുള്ള 141 ക്യാമ്പുകളിലായി 6416 പേരാണ് കഴിയുന്നത്. വെള്ളം കയറിക്കിടക്കുന്ന പല മേഖലകളിലും വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട നിലയിലാണ്. വൈദ്യുതി പുനഃസ്ഥാപിക്കുന്ന നടപടികൾ ഉൾപ്പെടെ വേഗത്തിലാക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇന്നലെ ചേർന്ന അവലോകന യോഗത്തിൽ ആവശ്യപ്പെട്ടു. മഴ ശമിച്ചെങ്കിലും സ്ഥിതിഗതികൾ പഴയ പോലെയാകാൻ ഇനിയും സമയമെടുക്കും. കോട്ടയം ജില്ലയെ സംബന്ധിച്ച് ഇനിയും അതിജീവനത്തിന്റെ പാതയിലാണ്. ക്യാമറമാൻ അനന്തു സുരേഷിനൊപ്പം ജ്യോതിഷ് മോഹനൻ, മീഡിയ 1, കോട്ടയം.